നമുക്ക് ഈ തന്ത്രി കണ്ഠർ രാജീവരുടെ ഒരു കാര്യം പറയാം. അതായത് അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം അല്ല ലഭിച്ചത്. അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ തെളിവിൻ്റെ കണിക പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പ്രാഥമികമായി പോലും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് കുറ്റക്കാരനായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുമൊക്കെയാണ് പറഞ്ഞത്. വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സംഭാഷണ സകലങ്ങളുടെയൊക്കെ തെളിവുകളുണ്ട് എന്നായിരുന്നു അന്ന് SIT കോടതിയിൽ വാദിച്ചത്. പക്ഷെ അതൊന്നും തന്നെ കോടതി ആ നിലയ്ക്ക് മുഖവിലക്കെടുത്തില്ല. അതിന് തന്ത്രിയുടെ ഭാഗത്തൊരു വാദമായി ഉയർന്നത് സർക്കാർ പ്രതികാരം തീർക്കുകയായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ താൻ എതിർ നിലപാട് സ്വീകരിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഭരണ നേതൃത്വത്തിലെ ചിലർക്കും തന്നോട് വൈരാഗ്യമുണ്ടായിരുന്നു. ആ പക തീർത്തതാണ് ഈ കേസിൽ തന്നെ കുടുക്കിക്കൊണ്ട് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെ ഒരു വാദം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ പറയുന്നത് ഇതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇടപെടുന്നുണ്ട്, ഈ SITയുടെ അന്വേഷണത്തെ ആ നിലയ്ക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന്. അത് അംഗീകരിക്കുകയാണെങ്കിൽ അതേ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹവും ഈ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഇരയായിരിക്കുകയാണ്, അതുകൊണ്ടാണ് പ്രതി ചേർക്കപ്പെട്ടത് എന്ന്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുക? ശ്രീ ഗോപി, അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ആചാരപരമായ കാര്യങ്ങളിലൊന്നും അത്ര അവഗാഹമുള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ ഒരു ചെറിയ മനസ്സിലാക്കൽ നിന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, തന്ത്രിക്ക് അവിടുത്തെ ആചാരപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും അതിലെ ചുമതലപ്പെട്ട ആളാണെന്ന് വിചാരിക്കുന്നത്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും മറ്റു ഉദ്യോഗസ്ഥർക്കും ഒക്കെയാണ്. അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥരുടെ അത്തരം ഭരണപരമായിട്ടുള്ള വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കിയതാണോ എന്നുള്ള സംശയം ആദ്യം മുതലേ തന്നെ പലർക്കുമുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി ജയിലിൽ പോകണം, ശിക്ഷ അനുഭവിക്കണം. തന്ത്രി ആയാലും മന്ത്രി ആയാലും ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കട്ടത് ആരായാലും ജയിലിൽ പോകണം എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ട്, തന്ത്രി പറയുന്ന ആ അഭിപ്രായത്തിന്, അദ്ദേഹത്തിൻ്റെ സംശയത്തിന് കുറെ കൂടി ബലം കിട്ടുന്നുണ്ട്. കാരണം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ കലാപകലുഷിതമായ സാഹചര്യം കേരളത്തിൽ നടക്കുമ്പോൾ ആക്ടിവിസ്റ്റുകളെ നടകയറ്റാൻ വേണ്ടിയിട്ട് സകലവിധ സംവിധാനങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് പിണറായി വിജയൻ്റെ സർക്കാർ ശ്രമിച്ചപ്പോൾ തന്ത്രിയുടെ ധീരമായിട്ടുള്ള നിലപാട് വിശ്വാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് വൈരാഗ്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വൈരാഗ്യം ഉണ്ടാകുമെന്നുള്ള ആ വാദം നിലനിൽക്കാൻ ഇടയുള്ളതാണ്. ഇനി അതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളോ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളോ ഒക്കെ പറയാനാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുള്ളവർ, സംസാരിച്ചിട്ടുള്ളവർ, ചിത്രങ്ങളിലുള്ളവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നേ. പക്ഷെ അത്തരം ആളുകളൊക്കെ ഈ കളവ് കേസിൽ, ഈ ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കട്ട കേസിൽ കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്ന കാലം, ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പഠിച്ച കാലം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ എല്ലാവരും പിടിച്ച് ജയിലിലിടണ്ടേ? അങ്ങനെയല്ലല്ലോ. ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ ആ ക്രൈമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ SITക്ക് പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയം തുടക്കം മുതലുണ്ട്. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് സംസ്ഥാന സർക്കാരിന് കീഴിൽ, ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു SIT രൂപീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഞങ്ങൾ അവരുടെ വിശ്വാസ്യതയല്ല അന്ന് ചോദ്യം ചെയ്തത്, അതിൻ്റെ പ്രവർത്തന രീതിയിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത്. അതുകൊണ്ടാണ് കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള CBI അന്വേഷിക്കണമെന്നുള്ള കാര്യം പറഞ്ഞത്. കാരണം പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കണികയെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അത് ദൂരീകരിക്കുന്നതല്ലേ? എല്ലാ വിവരങ്ങളും കോടതിയെ സീൽ വെച്ച കവറിലൂടെ കോടതിയെ മാത്രം അറിയിച്ചാൽ മതി എന്ന കോടതിയുടെ തന്നെ നിർദ്ദേശം. എനിക്ക് മനസ്സിലായില്ല. അതല്ല, അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ വിവരങ്ങളും അവർ ശേഖരിക്കുന്ന തെളിവുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഈ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പുകളെയല്ലോ അവർ അറിയിക്കുന്നത്, അവർ കോടതിയാണ് നേരിട്ട് അറിയിക്കുന്നത്. അതിനിടയിൽ മറ്റാരുമില്ല. കോടതി തന്നെ പറഞ്ഞത് ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും നേരിട്ട് ഞങ്ങളെ തന്നെ അറിയിക്കണം, ബോധ്യപ്പെടുത്തണമെന്നാണ്. അപ്പോൾ പിന്നെ അവരുടെ ഈ അന്വേഷണത്തെ ആ നിലയ്ക്ക് സംശയിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അതിന് കുറേ കാര്യങ്ങളുണ്ട്, കുറേ സാഹചര്യങ്ങളും സാഹചര്യ തെളിവുകളും ഒക്കെയാണ്. കാരണം കോടതിയുടെ തന്നെ പലവട്ടത്തിലുള്ള ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന്, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ SITയുടെ അന്വേഷണം വെള്ളപ്പോക്കിലായിരുന്നു. പലരുടെയും അറസ്റ്റ് ചെയ്യാൻ വൈകി. ഇപ്പോൾ ശങ്കർദാസിനെ പോലുള്ള ആളുകളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് SITയോട് അങ്ങോട്ട് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലും SITയുടെ മെല്ലപ്പോക്ക്, SITയുടെ താല്പര്യങ്ങൾ,
അങ്ങനെ പല കാര്യത്തിലും സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല SIT-യിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് കൂടി താല്പര്യമുള്ള പല ഉദ്യോഗസ്ഥരും അതിൽ കയറിക്കൂടി എന്നുള്ള രാഷ്ട്രീയ ആരോപണം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാം നടന്നത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. ഈ ആരോപണങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് PS പ്രശാന്തിന് ഈ ആരോപണം ഉണ്ടായില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 1.5 മാസമായി അധികാരത്തിലേറ്റിട്ട് 1.5 മാസമായ സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തതെന്ന്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അദ്ദേഹം ഹാജരാക്കട്ടെ. ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ഞങ്ങൾ ഭരിക്കുന്ന സമയത്തല്ലല്ലോ അദ്ദേഹം ഈ 2023 ജൂൺ മാസം 30-ാം തീയതിയിലെ കോടതി വിധി അറിയാതെ എന്ന് അദ്ദേഹം പറയുന്നത്. അറിയാതെ, ഇൻവെർട്ടഡ് കോമയിൽ അറിയാതെ 2025 ചെമ്പിൽ പൊതിഞ്ഞ ദ്വാരപാലക പാളികളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വർണം പൂശാൻ കൊടുത്തു വിട്ടത്. ചെമ്പിൽ പൊതിഞ്ഞ ചെമ്പ് പാളികൾ, സ്വർണം പൂശിയ ചെമ്പ് പാളികൾ. ഇത് സ്വർണം ചെമ്പായി മാറിയത് എപ്പോഴാണെന്നുള്ളത് നമ്മുടെ ആദ്യത്തെ തർക്കം. അത് 2019-ലാണ്. 2019 ചാക്കിൽ കെട്ടി തോന്നി പോലെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇതേ പ്രശാന്ത് തന്നെ. അതിനുശേഷം പ്രശാന്ത് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ പ്രശാന്ത് അടക്കമുള്ള ബോർഡിനെ അറിയിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം UDF-നാണോ? അന്നത്തെ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ബോർഡിനെ അറിയിച്ചില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? 2019 ചാക്കി കെട്ടിക്കൊണ്ടുപോയത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? സഖാക്കന്മാർ സ്വർണം ചെമ്പാക്കി മാറ്റിയത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? അതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ഇവരുടെ സഖാക്കന്മാർ ജയിലിൽ കിടന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? ഇപ്പൊ പ്രശാന്ത് തന്നെ ഇതേവരെ ഇത്രയും നാൾ CPM-ന് വിശ്വാസ്യതയുണ്ട് എന്ന് പറയുന്ന അതേ SIT, ഞങ്ങൾക്ക് പലപ്പോഴും വിശ്വാസ്യത ഇല്ല, സംശയിക്കപ്പെടുന്നു എന്ന് പറയുന്ന അതേ SIT ഇന്ന് പ്രശാന്തിനെ പ്രതിയേർക്കുമ്പോൾ മാത്രം പ്രശാന്തിന് പെട്ടെന്ന് സംശയം വരുന്നു, രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള ആരോപണം വരുന്നു, 1.5 മാസമായിട്ടുള്ള സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് അതിന് സാധൂകരിക്കുന്ന തെളിവുകളും സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വ്യക്തമാക്കണം. ഞങ്ങൾക്ക് സംശയിക്കപ്പെടാൻ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.